ഓ ചക്കര മുത്തേ, എന്താണ് ചക്കരേ? അയ്യടാ. എടി കഴുതേ, നിന്റെ ഭാവം എന്താ? ഞാനിപ്പോൾ എന്തോ ഭാവിക്കാനാ പൊന്നെ? ആ, ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. നിന്റെ അനന്തരവളെ കരയാതെ നോക്കിക്കോ. എടി മോളെ, ഇത് നിന്റെ പ്രൊഡക്റ്റാണോ അതോ എൻ്റെ പ്രൊഡക്റ്റാണോ? വർക്കിച്ചാനും ത്രേസ്യാമ്മയ്ക്കും ഉണ്ടായ ആടവിൻ്റെ ഇരട്ട സഹോദരിയെ എന്തോ ഈ ഷെസ്നയ്ക്കും ആൻഡ്രയ്ക്കും തമ്മിൽ എൻ്റെ നിൻ്റെ എന്നൊക്കെ വേർതിരിവുണ്ടോ? എൻ്റെതെല്ലാം എൻ്റെ, നിൻ്റെതെല്ലാം എൻ്റെ, അങ്ങനെ ചിത്രണം. അതെ, ഇപ്പം അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നിൻ്റെതല്ല നിൻ്റെ, എൻ്റെതല്ല നിൻ്റെ. എന്നാൽ എന്നും പറഞ്ഞാണ് നീ എൻ്റെ സഹോദരനെ കറക്കെടുത്ത് കുപ്പിയിലാക്കിയത്. എന്നിട്ട് എൻ്റെ ചേട്ടനൊരു കൊച്ചുണ്ടായത് ആ ചേട്ടൻ പോലും അറിയത്തില്ല. എന്തൊരു കഷ്ടമായത്. ഓ, അങ്ങനെ കറക്കെടുത്ത കഥ അത് പറയണ്ട. ഓ, തന്നെ വയ്യ, അതുകൊണ്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഷെസു, ഞാൻ കരുതിയത് നമുക്ക് തമ്മിൽ ഒരു മറയുമില്ലെന്നാ. നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്, പക്ഷെ നീ എന്നോട് ഇത് മാത്രം പറഞ്ഞില്ല. ഞാൻ എന്തായാലും മനസ്സിലാക്കേണ്ടത് പറയൂ. നിങ്ങളുടെ തമ്മിലുള്ള വഴക്കെന്താണെന്ന് എനിക്കറിയില്ല. ഇതാ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി, എൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് 2 ഉമ്മ കൊടുക്കാവുന്നുണ്ട്, അല്ലാതൊന്നും തോന്നില്ല. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ എന്താ? എൻ്റെ കൊച്ചിനെ നോക്കി ജീവിക്കണം, അവളെ പഠിപ്പിക്കണം, അവളെ ആരോഗ്യമാക്കണം, അത്ര തന്നെ. അതെ, ഒറ്റത്തെങ്കിലും ചോരയായി കിടക്കുന്നു. നീ ഈ കൊച്ചിനെ അവളപ്പനല്ലേ നടത്തൂ? അവൾ എന്തായാലും ചോദിക്കില്ലേ അവളുടെ അപ്പനോടത്? 1 വയസ്സ് കഴിഞ്ഞു ഈ കുഞ്ഞിന്. നീ കാത്തിരുന്നോ? അമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് അവൾ അപ്പാന്നേ വിളിക്കത്തുള്ളൂ. കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഞങ്ങൾ ആരും ജനിച്ചപാട് ആദ്യമായിട്ട് സംസാരിച്ച് അമ്മാന്നല്ല അപ്പാതാ. ഇവളും അതേ സ്വഭാവം തന്നെ കാണിച്ചു. ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്, ഒരു കുഞ്ഞിന് അവളച്ഛനെന്തായാലും ആവശ്യമാണ്. നിന്നെ കൊണ്ട് എത്ര കാലം ഇവിടെ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റും? ഷെസു, എന്നെ ഓർത്തെങ്കിലും നീ വീട്ടിലേക്ക് തിരിച്ചു വാ പ്ലീസ്. എന്തായാലും ഇനി നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരൂല്ല. ബട്ട് വൈ ഷെസു? എന്തിനാ എൻ്റെ ഇച്ഛാനെ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അറ്റ്ലീസ്റ്റ് എന്നോട് പറ. എൻ്റെ ലൈഫ് സംശയരോഗികളുടെ കൂടെ തീർക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കി വളർത്തും. പിന്നെ ഈ 1 വയസ്സ് വരെ ഞാനല്ല അവളെ നോക്കിയേ, അതേപോലെ ഇനിയും ഞാൻ അവളെ നോക്കിക്കോളും. പിന്നെ എൻ്റെ മനസ്സിലിപ്പം പ്രേമമോ ഞാൻ പ്രണയിച്ച ആളോ ഒന്നുമില്ല, എൻ്റെ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പണ്ടത്തെ ആ സഖാവിൻ്റെ ചോരത്തിളപ്പ് എനിക്കിപ്പോൾ മാറിയിട്ടില്ല. എപ്പം നിനക്ക് തിരിച്ചു വരട്ടെ, അപ്പം വാ. ശരി, ഇതിപ്പോൾ ഒന്നാങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് നീ ഇങ്ങോട്ട് വരണമെന്നില്ല. എന്നെ കാണാനും എൻ്റെ കൊച്ചിനെ കാണാനും വേണ്ടി മാത്രം വന്നാൽ മതി. അങ്ങനെ കാര്യം വേണ്ടി പോയേക്കരുത്, കേട്ടല്ലോ? ആൻറ്റി പോയിട്ട് വരാവേ. കുഞ്ഞിനെ കാണാൻ വേഗം വരാം കേട്ടോ. ടാറ്റാ. ஜென்மத்தில் சடுகுடுகுடுவென நெஞ்சத்தில் படபடபடவென ஆசை வந்து கொத்திச்சோ. ஒரு காதல் வந்துச்சோ, ஒரு காதல் வந்துச்சோ, ஒரு காதல் வந்துச்சோ, ஒரு காதல் வந்துச்சோ. ലോഡ് ഭ്രാന്തനെ പറ്റി മാത്രമേ എനിക്ക് ചിന്തിക്കാറുള്ളൂ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും എടി കാന്താരി, തന്തേനെ തന്നെ നീ ആദ്യം വിളിച്ചല്ലോ. നിന്നെ പെറ്റ് ഇത്രയും നാളെ നിൻ്റെ പൊന്നു പോലെ നോക്കി തള്ള. ഞാനെന്താ പുറമ്പോക്കോ? രക്തഗുണം, തന്നയുടെ അതേ ഫേസ് കട്ടും, തന്നയുടെ സ്വഭാവം.
control. You make love, pop, 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 don't stop, don't stop, don't stop. One look, we drop too high, too high. You got, you make love, click, click, real quick, quick, quick. Too slick, don't touch, we flip. അയ്യോ, എൻ്റെ കുഞ്ഞിന് അങ്ങനത്തെ വ്യാമോഹങ്ങളൊന്നും വേണ്ട. ഇതാ ഈ ജനറേഷൻ്റെ കുഴപ്പം. ഫോണിലെല്ലാം അറിയാം. ഇതൊക്കെ കാണുമ്പം നീ വളരണ്ടായിരുന്നു തന്നെ തോന്നുക. ഡാഡി തേങ്ങ വരും. അങ്ങനെ ആരും നീ മിണ്ടിപ്പോരുത് കേട്ടല്ലോ. എന്തിനീ ഫോട്ടോ? നീ ആ കണ്ണട നോക്കിയാൽ മതി, നിന്നെ പോലെ തന്നെ നിന്റെ ഡാഡിയും കാണാൻ. ഡാഡിക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല, പക്ഷെ നിനക്ക് മനസ്സിലാവും. പക്ഷേ ഡാഡിയെ കണ്ട മോളെ ഡാഡിയുടെ അടുത്ത് പോകരുത്, ഓക്കെ? നിനക്ക് 4.5 വയസ്സ് കഴിഞ്ഞു. നിന്നോട് ഇതൊക്കെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ പറയുന്നത് നീ എങ്ങനെ മനസ്സിലാക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ നിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സോ ഞാൻ പറയുന്നത് നീ സൂക്ഷിച്ച് കേൾക്കണം, ഓക്കെ അല്ലേ? അതിനർത്ഥം നിനക്ക് എന്നേക്കുമായി നിന്റെ തന്ത വേണ്ടെന്നാണോ? അതോ നിനക്ക് അറിയേണ്ടതാണോ? അങ്ങനെയല്ല. ഇപ്പം നിനക്ക് 4.5 വയസ്സേ ഉള്ളൂ. നിൻ്റെ വേൾഡ് ഇപ്പം ഈ വീട്ടിൽ ഞാനും നീയും പിന്നെ ഇടയ്ക്ക് നിന്നെ കാണാൻ വരുന്ന നിൻ്റെ ആൻറ്റിയൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയതാണ്. ബട്ട് ഇനി നീ LKG UKG പോകും. പിന്നെ മമ്മീൻ്റെ കുട്ടി അങ്ങ് ഓരോ ക്ലാസ്സിലങ്ങ് കയറി പോകും. പിന്നെ മമ്മി ഒരു ജോലിക്കൊക്കെ പോകും. ഇമ്മച്ചി ഇത്ര നാൾ ജോലിക്ക് പോകാറുന്നത് കുഞ്ഞ് ചെറുതായതുകൊണ്ടാണ്. അപ്പം ഇമ്മച്ചി കൂടി ജോലിക്ക് പോകുമ്പം ഇപ്പം സ്കൂളിലാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കും ഡാഡിയെപ്പറ്റി. അപ്പം കുഞ്ഞിനാണെങ്കിലും മറ്റുള്ളവരുടെ ഡാഡിയൊക്കെ കാണുമ്പം എനിക്കൊരു ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കൂലേ? ഇല്ലേ? അങ്ങനെ കുഞ്ഞ് കമ്മ്യൂണിറ്റിയിലൊക്കെ വരുമ്പം അവിടെ സൊസൈറ്റിയിലുള്ള ഒരു കുഞ്ഞിനോട് ഡാഡിയെപ്പറ്റി അന്വേഷിക്കും. അപ്പം മോൾക്ക് പറയാൻ ഡാഡിയുടെ പേരറിയണ്ടേ? അപ്പം പിന്നെ നിൻ്റെ ഉമ്മച്ചേൻ്റെ പേരോ? ഓർക്കേണ്ടതായിരുന്നു നീ എൻ്റെ വിത്താണെന്ന്. മറന്നുപോയി, സോറി. ഓൾ ലിറ്റിൽ സ്പൈഡർ, ഞാൻ വന്നേ, ഐ ആം ബാക്ക്. എന്നൊരു കാന്താരി, നീ എൻ്റെ കുഞ്ഞിലെ ഫേസ് കട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണല്ലോ. ഡോണ്ട് ഇതൊന്നും വേണ്ട. നിൻ്റെ ഫേസ് കട്ട് അതാണ് എൻ്റെ കൊച്ചിൻ്റെ ഏറ്റവും വലിയ ശാപം. എന്താ സ്പൈഡി, നിൻ്റെ മമ്മീൻ്റെ മൂഡ് അത്ര ശരിയല്ലല്ലോ. നീ ഉമ്മച്ചിക്ക് എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു? ഓഹോ, അപ്പം നിൻ്റെ മമ്മി എൻ്റെ ഇച്ചായനെ മറന്നിട്ടില്ല. നല്ലത്. തുപ്പും ഞാൻ ഇനി ഇവിടെ ഇരുന്ന തുപ്പും ഞാൻ. പൊക്കോ. എന്തൊരു തള്ളേ മോളൂ ഇത്. എൻ്റെ അമ്മ ഇങ്ങനെയുണ്ടോ? മനപ്പൊരുത്തനെ. ഓ മൈ ഗോഡ്. എന്തൊരു കാര്യമില്ലാത്ത കാര്യത്തിൽ നീ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വിസിറ്റൊക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അത് പറയാനാണ് ഞാൻ വന്നത്. നീ വീട്ടിലേക്ക് വരണം പ്ലീസ്. ഓ ബേബ്, ഞാൻ ഒരുപാട് തവണ നിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ആ വീട്ടിലൊക്കെ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല. എന്നെ നീ വെറുതെ വീട്. ഓ മൈ ഗോഡ് ബേബ്, ഇറ്റ്സ് അർജൻറ്റ്. എന്തേ? വർക്ക് ചാൻ എൻ്റെ കെട്ടിന് വേറെ പെണ്ണ് നോക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. ഇനിയിപ്പം ഞാൻ പെണ്ണിന് നോക്കി തരണോ? അതുകൊണ്ടാണോ വരാൻ പറയുന്നത്? എടി നീ ഇങ്ങനൊന്നും പറയല്ലേ. നീ പിന്നെന്താ ചെയ്യാൻ പോവാ? നീ ഇതല്ലാത്ത കുഞ്ഞിനെ കൊണ്ട് അവൻ്റെ കല്യാണം കാണാൻ വരുമോ? പറയൂ. എടി അവൻ നിൻ്റെ കെട്ടിയവനല്ലേ, നീയൊന്ന് വാ. നൈ, പറ്റില്ല പറഞ്ഞാൽ പറ്റില്ല. വാ നമുക്ക് ഡാഡിയെ കാണാൻ പോയാലോ? നീ എന്തു പറയുന്നു?
ഇപ്പം എൻ്റെ കൊച്ച് അങ്ങനെ ഡാഡി വേണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും. ഓക്കെ? സത്യമായിട്ട് നീ വരത്തില്ലേ? ഞാൻ പറ്റാം. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് നിനക്കങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ, സോറി പറയിപ്പിക്കാൻ പറ്റിയാൽ ഞാൻ വരാം എൻ്റെ കുഞ്ഞിനെ കൊണ്ട്. എന്ത് പറയുന്നു? അപ്സെറ്റഡ്. കുഞ്ഞ് വേണമെന്ന് പറഞ്ഞാൽ നീ വരും അല്ലേ? ഓക്കെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളൊക്കെ വെച്ച് എൻ്റെ കുഞ്ഞിനെ അവിടെ ഇമ്മച്ച് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. ഇപ്പം തന്നെ ഡാഡിയുടെ പേര് പറഞ്ഞു കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതെന്നറിയോ? മമ്മിക്ക് എന്നാ അതൊക്കെ പറയാൻ താല്പര്യം ഉണ്ടാവുക അന്ന് പറഞ്ഞാൽ മതി, എൻ്റെ മമ്മിയും ഡാഡിയും എല്ലാം ഇമ്മച്ചി തന്നെയാണെന്ന്. അങ്ങനെ പറഞ്ഞ് എൻ്റെ കൊച്ച് നിൻ്റെ അടുത്ത് ഇപ്പം പറയും വേണമെന്ന്. നോക്കിയിരുന്നോ? എന്തൊരു കാന്തരി, നിനക്ക് ഈ ആൻറ്റിനെ ഇടയ്ക്ക് മാത്രം കണ്ടാൽ മതിയോ? ഡാഡിയെ കാണണമെന്നൊന്നും നിനക്ക് ആഗ്രഹമില്ലേ? A little spider, why you don't need your father? Huh? ആഹാ, ഡാഡിക്ക് ഇതിനെ അറിയാലോ. അറിയില്ലെന്ന് ആരാ പറഞ്ഞേ? ഒരു കാര്യത്തിൽ സമാധാനം സന്തോഷമുണ്ട്, നീ എൻ്റെ തന്തനും തള്ളേനെയും പോലെയല്ല. യു ആർ സോ ബ്രേവ് മൈ ലിറ്റിൽ സ്പൈഡർ. അത് പിന്നെ ആരുടെ വയറ്റിൽ നിന്ന് അവൾ വന്നേ? ആ അമ്മേൻ്റെ എല്ലാവിധ ഗുണങ്ങളും അവൾക്ക് ഉണ്ടാവും. എൻ്റെ ബുദ്ധിയും എൻ്റെ എല്ലാ കഴിവും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ കൊച്ചു കോഴിയായി പോവല്ലേ? കിളവി, പ്രായം കുറയല്ലേ, പോയി കെട്ടിക്കൂടെ നിങ്ങൾക്ക്? എന്നൊക്കെ 5 വയസ്സ് മൂത്തതാ. എന്നിട്ട് ഞാനിവിടെ കൊച്ചിനെ പിടിച്ച് നിൽക്കുമ്പം നിങ്ങൾക്ക് കൊച്ചില്ലേ? ഇതൊക്കെ പ്രായം കഴിഞ്ഞു. ചെല്ല് പോയി വേഗം കെട്ടാൻ നോക്ക്.